വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. ഇന്ന് അമ്മ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം കേട്ടോ. അമ്മയുടെ കുഞ്ഞിലെ കഥയാണ്. അതായത് കുട്ടനച്ചാച്ചനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മ എപ്പോഴും നമ്മുടെ വീടിന് തൊട്ടടുത്ത വീട്ടില് കളിക്കാൻ പോകുമായിരുന്നു. അപ്പം അവിടെ ഒരു ചേച്ചിയമ്മയുണ്ട്, ഒരു കുഞ്ഞേച്ചിയുണ്ട്, ഒരു കുഞ്ഞുമോനുണ്ട്. അങ്ങനെ അമ്മ അവരുടെ കൂട്ടത്തിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിലെ തൊട്ട്. അത് കാര്യം നെയ്ബേഴ്സ് ആണെങ്കിലും ഞങ്ങൾ ഒരു ഫാമിലി പോലെയൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് പറയാൻ പോകുന്ന കഥയെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് കഥയാണ് കേട്ടോ. ഇവിടെ കിടക്ക്. ക്രിസ്മസ് കഥ എന്നാന്ന് പറയട്ടെ. അപ്പം ഒരു ദിവസം ഉണ്ടല്ലോ, ഈ അപ്പുറത്തെ വീട്ടില് ഇതുണ്ടാക്കും, ക്രിബ് ഉണ്ടാക്കും. അപ്പം അമ്മയും പോകും, ക്രിബ് ഉണ്ടാക്കാൻ പോകും. പിന്നെ ട്രീ ഉണ്ടാക്കും. നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ നമ്മൾ മേടിക്കുന്ന ട്രീ ഒന്നും അല്ലായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മരമൊക്കെ കട്ട് ചെയ്ത് മരത്തിന്റെ ഒരു ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ട്രീ വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവിടുത്തെ പേപ്പേഴ്സ് കൊണ്ട്, കളർ പേപ്പേഴ്സും ബലൂൺസും ഒക്കെ ഇട്ടാണ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു ക്രിസ്മസിൻ്റെ ഈവനിങ്ങിൽ അമ്മ വീട്ടിൽ വന്നു. വീട്ടിലിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അമ്മ എങ്ങനെയാണെന്നറിയാമോ, ആരെങ്കിലും കഥയിലിട്ട് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അമ്മയായിരിക്കും ഏറ്റവും ആദ്യം പോയി കഥക് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പം അന്നും ക്രിസ്മസ് ഈവിൻ്റെ അന്ന് ഒരു പള്ളിയിലൊക്കെ പോകുന്നതിന് മുമ്പ് രാത്രിയായി. നേരത്തേനുണ്ടല്ലോ അമ്മ ഇങ്ങനെ കഥകാല് വന്ന് നോക്ക് ചെയ്ത് ആരാണ്ട് വന്ന് നോക്ക് ചെയ്തപ്പോൾ അമ്മ പെട്ടെന്ന് കഥക് തുറന്ന് നോക്കിയപ്പോഴത്തേന് ബൂം എന്ന് പറഞ്ഞ് ഒരപ്പൂപ്പൻ ഇങ്ങനെ പേടിപ്പിച്ചു അമ്മ പേടിച്ചു പോയി. അമ്മ പേടിച്ചെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര ഒരു ആൻസൈറ്റി പോലെ വന്നു അമ്മയ്ക്ക്. എന്നിട്ട് അമ്മ കാറിക്കൊണ്ട് അകത്തോട്ട് ഓടി. അപ്പം വല്യമ്മച്ചിയുണ്ട് അന്നേരം. വല്യമ്മച്ചി പറഞ്ഞു, എന്നാ പറ്റി കൊച്ചു, എന്നാ പറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് പറയാൻ പറ്റുന്നില്ല, നമുക്ക് വേർഡും കിട്ടുന്നില്ല. അമ്മ പേടിച്ചു പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴത്തേന് ഈ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ നെയ്ബേഴ്സ് വേറൊരു ആൻറ്റി ഉണ്ട്, ഓമൻ ആൻറ്റി എന്നൊക്കെ പറഞ്ഞൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റിക്ക് ഒരു മോനുണ്ട്. അപ്പം ഈ മോനും അപ്പുറത്തെ നമ്മുടെ നെയ്ബർ കുഞ്ഞുമോനും കൂടെ കൂടിയിട്ട് ഒരാൾ ഇത് ക്രിസ്മസ് പാപ്പയായിട്ട് വന്നിട്ട് ഈ ഇതൊക്കെ മുഖംമൂടിയൊക്കെ വെച്ച് വന്ന് പേടിപ്പിച്ചതാണ്. ശരിക്കും അവർ ഫണ്ടിന് വേണ്ടി ചെയ്തതാ. പക്ഷേ അമ്മ പെട്ടെന്ന് പേടിച്ചു പോയി. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അത് ഷോക്കായി പോയി. പിന്നെ അമ്മച്ചി ചോദിക്കാൻ ചെന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് അമ്മയുടെ തലയ്ക്ക് പിടിപ്പിച്ച് പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കുണ്ടല്ലോ അത് കുഞ്ഞിലെയാ കേട്ടോ, ഒത്തിരി കുഞ്ഞിലെയാ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് അപ്പൂപ്പനെ ഭയങ്കര പേടിയായിരുന്നു. ക്രിസ്മസ് പപ്പാനെ അപ്പടി പേടിയായിരുന്നു. അതുപോലെ പപ്പയുടെ വീട് പാറമ്പുഴയാണ്. അപ്പം പപ്പയുടെ വീട്ടിൽ അമ്മേനെ കുഞ്ഞിലെ അവധിക്ക് പോകും. പപ്പ വരുമ്പോഴത്തേനൊക്കെ അവധിക്ക് പോകും. ചിലപ്പം അല്ലാതെ അവധിക്കൊക്കെ പോകുമ്പോഴത്തേനും ഇതുപോലെയായിരുന്നു. പണ്ടൊക്കെ ഈ രാത്രികളിലാണ് ഇത് വരുന്നത്, ക്രിസ്മസ് പപ്പ വരുന്നത് രാത്രികളിലാണ് പാട്ടൊക്കെ പാടി. അപ്പം ചിലപ്പോൾ ഉറങ്ങിപ്പോകും. നമ്മൾ ഉറങ്ങുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ജനലിലൂടെയൊക്കെ എഴുന്നേറ്റ് നോക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഒരു ക്രിസ്മസ് ഓർമ്മ. അങ്ങനെ നല്ല കഥയായിരുന്നു. നീ നാളെ കഥ പറഞ്ഞു.